സപ്ലൈകോ റമദാൻ വരികയാണ്, വിഷു വരികയാണ്, ഈസ്റ്റർ കഴിഞ്ഞു. സപ്ലൈകോയിലുള്ളത് എന്താ? പയറുണ്ടോ, പരിപ്പുണ്ടോ, അരിയുണ്ടോ, ഉപ്പുണ്ടോ, കടുകുണ്ടോ, പുളിയുണ്ടോ, വെളിച്ചെണ്ണയുണ്ടോ? ഇല്ലല്ലേ. പറയാൻ വാക്കുകളും നിങ്ങൾക്കില്ല. ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. എന്തിനാണ് നരേന്ദ്രമോദി സർക്കാർ TN സരസു എന്ന് പറയപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് വോട്ട് ചെയ്യണം, അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ അയച്ചിരിക്കുന്നുവെന്ന്? നിങ്ങളുടെ SFIക്കാരെന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ കുട്ടികളില്ലേ, അവർ സരസുവിന് കൊടുത്തത്, ഡോക്ടർ സരസുവിന് കൊടുത്തത് ശവക്കല്ലറയാണ് സർ. മാതാ പിതാ ഗുരു ദൈവം. ബാബു സാർ അത് അംഗീകരിക്കുമല്ലോ അല്ലേ? അത് തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ആ മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ഒരുപോലെ കാണണമെന്ന് പറഞ്ഞ് സരസ്വതി ദേവിയുടെ വരദാനമായ വാക്കുകൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന അധ്യാപികയ്ക്ക് 26 വർഷം ഒരു വിദ്യാർത്ഥി സമൂഹത്തെ പടുത്തുയർത്തിയ ആ വ്യക്തിക്ക് ഇവരുടെ കുട്ടികൾ കൊടുത്ത് എന്താണെന്നറിയാമോ? ശവക്കല്ലറയും 4 റീത്തും. എവിടെയാണ് സാർ നിങ്ങളുടെ കുട്ടികൾക്ക് ആ സംസ്കാരം ആര് പഠിപ്പിച്ചു കൊടുത്തു? സിദ്ധാർത്ഥനെ കൊന്നവർക്ക്, തല്ലിക്കൊന്നവർക്ക് ആ സംസ്കാരം ഉണ്ടാവുള്ളൂ. BCom എഴുതാതെ MCom ജയിച്ചവർക്ക് ആ സംസ്കാരം ഉണ്ടാവുള്ളൂ. ഒറ്റ നോട്ടിൽ നിന്നെ പ്രസവിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി ഭരിക്കുന്ന SFIക്കും ആ സംസ്കാരം ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്കറിയാം. എങ്കിലും ഒന്ന് ചോദിക്കണ്ടേ കൊഴിഞ്ഞാമ്പാറ അങ്ങാടിയിൽ നിന്ന് നിങ്ങളുടെ ഈ നുണയ്ക്ക് മുമ്പിൽ ഞങ്ങളും സംസാരിക്കണ്ടേ? 2 ഒറ്റ കാര്യം കൊണ്ട് പറയട്ടെ ശ്രീ അനിൽ നമ്പ്യാർ, ഇവർ പറഞ്ഞ പ്രസംഗങ്ങൾ, ഇവർ 2 പേര് എനിക്ക് എതിരാ. ഇവർ ഇന്ത്യ മുന്നണിന്റെ ആൾക്കാരാ. ഇവർ 2 പേര് എനിക്ക് എതിരാ. ഞാനപ്പോ 2 പേർക്കും മറുപടി കൊടുക്കണം. 2, ഇവർ പറഞ്ഞു ഞങ്ങളെ അധികാരത്തിൽ വന്നതിന് ശേഷം, എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഡോക്ടർ TN സരസുവിൻ്റെ കാര്യം പറഞ്ഞു നിർത്തി. ഞാൻ നേരത്തെ അദ്ദേഹം ഇടപെടുമ്പോൾ ഭാഷ മാറിപ്പോണതാ. നിങ്ങൾ ഞങ്ങൾക്ക് ശവക്കല്ലറ തന്നു. ആ ശവക്കല്ലറയും റീത്തും ഞങ്ങൾക്ക് തന്നപ്പോൾ TN സരസു എന്ന് പറയപ്പെടുന്ന ഡോക്ടർ TN സരസുവിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ഞങ്ങൾക്ക് ശവക്കല്ലറ തരുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വികസനത്തിന്റെ ബന്ധാവ് തീർത്തു തരാം എന്നുള്ളതാണ്. 2, എന്താ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്തേ? എൻ്റെ പ്രിയ കോൺഗ്രസ്സുകാരാ, കൂട്ടുകാരാ, ബഹുമാന MLA കേട്ടോ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. നിങ്ങൾ കർഷകരെ പറ്റിക്കുന്ന തട്ടിപ്പ് കച്ചവടം അല്ലത്. ഡയറക്റ്റ് ഒരു സ്വിച്ച് നിന്ന സമയത്ത് കർഷകന്റെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് പണ നിങ്ങളുടെ സർക്കാർ സംവിധാനത്തിലൂടെ, ഈ സഹകരണ സംഘങ്ങളിലൂടെ, ഇത് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാച്ചു പോലെ കൊണ്ടുകൊടുക്കണ്ടല്ലോ നിങ്ങളുടെ സഖാക്കന്മാരും വെച്ചിട്ട്. എന്തിനാ കൊണ്ടുകൊടുക്കുന്നത്? അതിന്റെ പേരിൽ നിങ്ങൾ കമ്മീഷൻ അടിക്കുന്നില്ലേ? സഹകരണ സംവിധാനത്തിനകത്ത് നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ അജണ്ട ചെറുതാണോ? ഞാൻ പറയും സാർ, നിങ്ങൾക്ക് അസഹിഷ്ണുത ഉണ്ടാകാം. അതെന്താണെന്നറിയാമോ? തോൽക്കാൻ ശ്രമിക്കുന്ന അസഹിഷ്ണുതയാണ്. 2, ഈ കോൺഗ്രസിന്റെ നേതാവ് സഹകരണ സംഘത്തിലൂടെ നിങ്ങൾ കൊടുക്കുന്ന പെൻഷൻ സഹകരണ സംഘത്തിലൂടെ കൊടുക്കുമ്പോ നിങ്ങൾ അതിന് കമ്മീഷൻ വാങ്ങിക്കുന്നില്ല. ഞങ്ങൾ ഡയറക്ടർ സ്വിച്ചിലൂടെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധി കൊടുത്തു. ഞങ്ങൾ കൃത്യമായിട്ട് ഈ സാധാരണക്കാർക്ക്, ചെറിയ കുട്ടികളാണോ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ആ കുട്ടി വളർന്നു. സ്കിൽ ഡെവലപ്മെന്റ് സാധാരണക്കാർക്ക്, മുദ്രാ ബാങ്ക് പദ്ധതി ചെറുപ്പക്കാർക്ക്, സ്വയം പര്യാപ്തത നേടുന്ന കുട്ടികൾക്ക്, ഇനി ഇലക്ട്രിഫിക്കേഷൻ നടത്തുമോ? ദീനദയാൽ ഗ്രാമീൺ ജ്യോതി യോജന, അന്നം പാവപ്പെട്ടവർക്ക് 5 കിലോ അരി വീതം കൃത്യമായി കൊടുത്തു. ഗരീബ് കല്യാൺ അന്ന യോജന വഴിക്ക് കോവിഡ് കാലഘട്ടത്തിൽ വാക്സിൻ കൊടുത്തു. സ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ ഉജ്ജ്വല യോജനയുടെ ഗ്യാസിന്റെ സബ്സിഡി ഫ്രീ ആക്കി കൊടുത്ത രാഷ്ട്രീയം, അത് ഞങ്ങൾ കൃത്യമായിട്ട് പൊതുജനങ്ങളിലേക്ക് കൊടുത്ത. ഞങ്ങൾ പറഞ്ഞുതരാം. പ്രധാനമന്ത്രി ആവാസ് യോജന, തൊഴിലുറപ്പ് പദ്ധതി, ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 146 ഉറുപ്പിക ഉണ്ടായിരുന്ന, ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 146 ഉറുപ്പിക ഉണ്ടായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് 346ലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങൾ കൊണ്ടുവന്ന സൗഭാഗ്യ ശൗചാലയ, അതുപോലെ റെയിൽവേ വികസനം, അതുപോലെ തന്നെ മുദ്രാ യോജന, കോവിഡ് വാക്സിൻ, പൾസ് സ്കീം, പോഷൻ. ഓട്ടെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. ആ KSRTC-കാരനെ, ആ ചക്രം തിരിക്കുന്നവന് ശമ്പളം കൊടുക്കാൻ ആദ്യം ഒന്ന് തയ്യാറാകണം. 2, സർക്കാർ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ആദ്യം തയ്യാറാകണം. പെൻഷൻ കൊടുക്കാൻ ആദ്യം തയ്യാറാകണം. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ പറയണേ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ കൃഷ്ണൻകുട്ടിയേട്ടന്റെ കാര്യം പറഞ്ഞല്ലോ. ആദ്യം പെരുമാട്ടി പഞ്ചായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഓഫീസ് പണിയാൻ പറ്റുമോ? പെരുമാട്ടി പഞ്ചായത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കയറാൻ പറ്റില്ലായിരുന്നു ഒരു കാലഘട്ടത്തില്. ശിവന്റെ മരണത്തെ കുറിച്ചുള്ള ചർച്ചയൊക്കെ പോകണമെങ്കിൽ ബാബു സാർ ഞാൻ വരാം, നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ നിങ്ങളുടെ കൃഷ്ണകുട്ടിയേട്ടൻ ഈ ചിറ്റൂരങ്ങാടിയിൽ മത്സരിച്ച് ജയിച്ച് നിങ്ങൾ സ്ഥാനം കൊടുത്ത് സ്വന്തം പാർട്ടിക്ക് ഒരു ഓഫീസ് പെരുമാട്ടിയിൽ പണിയാൻ പറ്റൂല. അതുപോട്ടെ. 2,
രണ്ട് അത് നോക്കാം നമുക്ക്. Okay. രണ്ട്, അദ്ദേഹം പദ്ധതിയുടെ കാര്യം പറഞ്ഞല്ലോ. Yes. 50 കൊല്ലം കഴിഞ്ഞിട്ടും ഈ ചിറ്റൂരിന്റെ ഈ ആലത്തൂരിന്റെ മണ്ണിലേക്ക് കൃത്യമായി വെള്ളം എത്തിക്കുന്ന കരാറ് പുതുക്കാൻ പ്രാപ്തിയില്ലാത്ത നട്ടലില്ലാത്ത ഈ രാഷ്ട്രീയ സംവിധാനം കൈകാര്യം ചെയ്തവർ അവർ രണ്ടുപേരും. Yes. എന്നിട്ട് ഇവിടെ വന്ന് വീരവാദി അടിച്ചാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതാണോ നിങ്ങൾ പറയുന്നത്?